നമസ്കാരം. പലർക്കും ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ പറയുന്ന ആ ലളിതമായ രീതിയിലുള്ള ധ്യാനത്തിലൂടെയും ആ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻസ് പലർക്കും തിരിച്ചറിയുകയും കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ആത്മാവുമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോകാം. കാരണം നമ്മൾ ആത്മാവിന് ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ട്. അവിടെ നിന്നും നേരിട്ട് ചില ഇൻഫർമേഷൻസ് കിട്ടും, എന്നാൽ അദൃശക്തികളുടെയും ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നെഗറ്റീവ് ശക്തികൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ആത്മാവിനെ ഒരു കാരണവശാലും ദൈവത്തിലേക്ക് എത്തിക്കില്ല എന്ന രീതിയിൽ നിൽക്കുന്ന ചില അദൃശക്തികൾ നമുക്ക് തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ചില ദർശനങ്ങൾ അവരായിട്ട് കാണിച്ചു തരും. അപ്പം നമുക്ക് ഇത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ഏത്, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ശരിക്കും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് തെറ്റിപ്പോവും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിപ്പുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു വസ്തുത. കാരണം ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് പടയാളിയായി മുന്നിൽ നിൽപ്പുണ്ട്. കൂടെ നമ്മുടെ ഉള്ളിൽ സ്വാധീനിച്ചു നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളുണ്ട്. മറുഭാഗത്ത് നമ്മളെ വഴിതെറ്റിക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ മറുഭാഗത്തുണ്ട്. അപ്പൊ ഇവര് യുദ്ധം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭൗതികത്തിലും അത് ബാധിക്കുന്നത്, ആത്മീയത്തിലും ബാധിക്കുന്നത്. അപ്പൊ ബാധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിൽ പ്രശ്നങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ മനസമാധാനം നഷ്ടപ്പെടും. നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന ആ രീതിയിലാണ് ഇതിന്റെ യുദ്ധത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് പിടിയില്ല. നമ്മൾ തോറ്റാൽ, അതായത് നമ്മുടെ ആത്മാവ് തോറ്റാൽ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല. പകരം തിരിച്ച് അടുത്ത ജന്മമെടുത്ത് ഏതൊക്കെ മേഖലയിൽ എവിടെയൊക്കെയാണോ യുദ്ധത്തിൽ തോറ്റത് അത് ജയിച്ച് മുന്നേറേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പോൾ ദൈവം എന്നിലൂടെ നിങ്ങൾക്കൊക്കെ പലർക്കും ഈ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. പലരുടെയും ആത്മാവ് പവർഫുൾ ആയിട്ടുണ്ട്. ഇതിനർത്ഥം ഇനിയുള്ള യുദ്ധത്തിന് നിങ്ങൾ ജയിച്ചിരിക്കും. കാരണം ഇത്രയും നാൾ നമുക്ക് ജയിക്കുമോ തോക്കുമോ എന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. പക്ഷെ ഇനി നിങ്ങൾ 100% വിശ്വസിച്ചോ, നിങ്ങൾ ജയിച്ചിരിക്കും. കാരണം നിങ്ങൾ ആത്മാവ് പവർഫുൾ ആയി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വേണ്ടത് മാക്സിമം ശരിയും തെറ്റും തിരിച്ചറിയുക. അതുകൊണ്ടാണ് കഴിഞ്ഞ മെസ്സേജിലൂടെ എല്ലാം ദൈവത്തിന്റെ മനസ്സെന്താണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഇഷ്ടം എന്താണ്, നമ്മുടെ മനസ്സ് ഏത് രീതിയിലൊക്കെയാണ് പാകപ്പെട്ട് വരേണ്ടത് എന്നുള്ള മെസ്സേജുകൾ ഞാൻ നൽകിയത്. നമ്മുടെ മനസ്സ് ആത്മാവിന്റെ മനസ്സുമായിട്ട് ലിങ്കായി വരാനാണ്, ഒരേ മനസ്സായി വരാനാണ്. കാരണം ഒരേ മനസ്സായി വന്നാൽ മാത്രമേ അകത്ത് നടക്കുന്ന ആ യുദ്ധത്തിൽ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴും പലർക്കും കണക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഇനിയുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ കണക്ഷൻ കിട്ടിയ കാര്യം നെഗറ്റീവ് ശക്തികൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് നല്ലോണം മനസ്സിലായി ഈ വ്യക്തി ദൈവമായിട്ട്, ഈ അദൃശക്തികൾ പോസിറ്റീവ് ശക്തികളുമായിട്ടുള്ള കണക്ഷൻ വന്നിട്ടുണ്ട്, ആത്മാവ് ബലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്തായാലും ജയിക്കും, കാരണം കണക്ഷൻ ആയി കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി അവർ ചെയ്യുന്ന പരിപാടി ഒരിക്കലും നീ വിചാരിക്കുന്നത് പോലെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും സ്മൂത്ത് ആകാൻ പോകുന്നില്ല എന്ന രൂപേണ അവരുടെ ശക്തിയുടെ മാക്സിമം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. കാരണം ദൈവം എനിക്കിപ്പോ പറഞ്ഞു തരുന്നത് പലർക്കും അങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ തന്നെ നമ്മുടെ മനസ്സിൽ ഇൻഫർമേഷൻ തരും. ഈ സുജോ രാജൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇതൊന്നും വിചാരിക്കും പോലെ സക്സസ് ആകാനും പോകുന്നില്ല. ഇങ്ങനെ വന്നപ്പോഴല്ലേ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കൂടിയത് എന്ന തോന്നൽ ഇവർ ഇട്ട് തരുകയും ചെയ്യും. നമ്മൾ ഇനി ഇതിൽ നിന്നും തെറ്റി പഴയതുപോലെ പോകാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതൊരു വശത്ത് അവരങ്ങനെ ശ്രമിക്കും. അതായത് നിരാശ കൊണ്ടുവന്നും നമ്മുടെ ഉള്ളിൽ, കാര്യം നമ്മൾ ചിന്തിക്കുകയാണ് ഇത് എന്താവും എങ്ങനെയാവും എന്ന് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുകയാണ്. അപ്പൊ അകത്ത് ആരെങ്കിരിപ്പുണ്ട്? ഈ നെഗറ്റീവ് ശക്തികളുണ്ട്, പോസിറ്റീവ് ശക്തികളുണ്ട്. അപ്പം അവിടെ നെഗറ്റീവ് ശക്തികൾ അവിടെ നിന്നുകൊണ്ട് നിരാശയുടെ വാക്കുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് നമുക്ക് നിരാശ വരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, അവിടെ പ്രശ്നം ഉണ്ട്. ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്ന പ്രശ്നം എന്താ ഇപ്പൊ കൂടി വരുന്നുണ്ട്, കൂടി വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്ക് അത് കൂടും. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് സന്തോഷിക്കണം. കാരണം തോക്കാൻ പോകുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് നെഗറ്റീവ് ശക്തികൾ മൊത്തം ഒന്ന് ഇളകിയതെന്ന് ഇങ്ങനെ അനുഭവിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളാം. എന്നാൽ മറ്റു ചിലർക്ക് നെഗറ്റീവ് ശക്തികൾ അഥവാ ഇളക്കിയാലും അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് അവർ അതിൽ വീഴില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചില സാഹചര്യങ്ങൾ ഒരുക്കി
അതായത് നമ്മുടെ ആത്മാവിന് ഇഷ്ടമില്ലാത്ത ചില ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് ഇതാണ് ശരി, ഇനി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കലാണ്. ഇപ്പൊ നമുക്ക് തോന്നും ഇതാണ് ശരിയെന്ന് തോന്നി നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ തെറ്റിച്ചു കളയും. അപ്പൊ അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി അവർ സുഖമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ ഇട്ടു തരും. അപ്പൊ ഇതുവരെ ഇല്ലായിരുന്ന പല ഓപ്പണിങ്സും ഈ ദൈവികമായ ഒരു ബന്ധം വന്നതിന് ശേഷം നിങ്ങൾക്ക് തുറന്നു വന്നിട്ടുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളണം, അത് ചിലപ്പോൾ ഒരു ട്രാപ്പായിരിക്കും. ആ തുറന്നു വന്ന വഴി ദൈവികമാണോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ളതാണോ എന്ന് തിരിച്ചറിയണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം. കാരണം പലർക്കും ദർശനങ്ങളും ചോദിച്ചതിന് ഉത്തരങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയതായിട്ട് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ്സ് നമ്മളെ കുഴിച്ചാടിക്കാനായിട്ട് ഭംഗിയുള്ള രീതിയിൽ ചില ഓപ്പർച്യൂണിറ്റികൾ കൊണ്ടുവരും. അത് ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ഇത് വേണോ വേണ്ടയോ എന്ന് കൺഫേം ചെയ്യണം. ഇല്ലെങ്കിൽ നല്ലത് എന്നും പറഞ്ഞ് പോകുന്നത് അടുത്ത വിനയിലായിരിക്കും. ഭൗതികമായി ചില നേട്ടം കിട്ടും, പക്ഷെ ആത്മീയമായി നമ്മൾ തോറ്റുപോകാം. ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ പിന്നെ അനുഭവിച്ച് മോക്ഷം കിട്ടേണ്ടതായിട്ട് വരും. അപ്പൊ ഇനി അങ്ങോട്ട് തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം. അപ്പൊ ഒരു വശത്ത് ഞാൻ പറഞ്ഞതുപോലെ മറ്റ് നെഗറ്റീവ് ശക്തികൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും കൂടെ കൂട്ടി ഇളക്കാൻ ശ്രമിക്കും. എന്തിന് നമ്മളെ നിരാശപ്പെടുത്തിയിട്ട് പുറകോട്ട് പിടിച്ചിടാം. ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല വഴികൾ തുറന്നു തന്ന് തെറ്റായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അതും സൂക്ഷിച്ചു കൊള്ളണം. ഇനി ചിലർക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി ആ ഒരു ദേഷ്യം, കാമം, മറ്റ് മറിച്ചങ്ങൾ പല വികാരങ്ങളെ നിയന്ത്രിക്കണം, ഇപ്പൊ ദുശീലങ്ങളെ നിയന്ത്രിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ നെഗറ്റീവ് ശക്തികൾ മാക്സിമം ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധം. അപ്പൊ ഈ യുദ്ധം കുറച്ചുനാൾ തുടരും. പക്ഷെ ഒരിക്കലും നിങ്ങൾ നേരത്തെ പോലെ എന്താകും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി ദൈവമായ ഒരു കണക്ഷൻ വന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവമാണെന്നുള്ള ദൈവം നിങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇനി എന്തായാലും തോക്കാൻ പോകുന്നില്ല. ആ ദൈവത്തെ വിശ്വാസത്തോടെ മുറുകെ പിടിച്ചുകൊള്ളണം. കാരണം നേരത്തെ അങ്ങനെയല്ല, നേരത്തെ നമുക്കേ അറിഞ്ഞൂടെ എന്താകുന്നുള്ളൂ. പക്ഷെ ഇനി നിങ്ങൾ 100% വിശ്വസിച്ചു കൊള്ളണം. നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തോക്കില്ല. പക്ഷെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ വെറുതെ മാറി 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 നടന്നിട്ട് അങ്ങ് മാറിപ്പോവും. അപ്പൊ ഈ വരുന്ന ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ ബുദ്ധി കൊണ്ടൊന്നും ഒരുപാട് ടെൻഷൻ അടിച്ച് കുഴയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ശരീരം കൂടെ ഉറച്ചങ്ങ് നിന്നാൽ മതി. എന്റെ അടുത്ത് ദൈവം ചില സന്ദർഭങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം ഇത് ആകെ പ്രശ്നമാണല്ലോ, ഇതിപ്പോ എന്ത് ചെയ്യും, എന്താ? അപ്പൊ ദൈവം എന്നോട് പറയും, ഇവിടെ ഇതൊരു യുദ്ധമാണ്, നീ ജയിക്കണം. അതിനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതനുസരിച്ച് നീ ജയിക്കണം. അപ്പൊ എങ്ങനെ ജയിക്കും? മനസ്സ് കൊണ്ടുവേണം ജയിക്കാൻ. നമ്മൾ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി നമ്മൾ അതിനെ ജയിക്കണം. മനസ്സ് പാകപ്പെടലാണ് ഈ ജയിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ആയുധം. നമ്മളുടെ മനസ്സ് പതറുന്നിടത്താണ് ഈ നെഗറ്റീവ് ശക്തികൾ അവിടെ ജയിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സ് പതറരുത്. ഇപ്പൊ ഞാൻ ചിന്തിക്കും, എന്നോട് ദൈവം തന്നെ പറഞ്ഞു തന്ന വഴിയാണ്, കൂടിപ്പോയാൽ അവൻ നമ്മളെ കൊന്നുകളയും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. മരിച്ചാലും നല്ലത്, മോക്ഷം കിട്ടും. കാരണം നമ്മൾ ഒരുപാട് കഷ്ടം അനുഭവിച്ച് അങ്ങ് മരിക്കുകയല്ലേ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർമ്മഫലം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തീരെയല്ലേ. അല്ലാതെ ഒന്നും ചെയ്യാനില്ലല്ലോ. കൂടിപ്പോയാൽ ഞാനങ്ങ് മരിക്കും, ഈ ഭൂമി വിട്ടു പോകും, ഇതിനപ്പുറം ഒന്നും നെഗറ്റീവ്സ് ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കും. പക്ഷെ നമ്മൾ മറുവശത്ത് എവിടെയാണോ നമ്മൾ പോസിറ്റീവ് ആവേണ്ടത് അത് നമ്മൾ നോക്കി മാക്സിമം പോസിറ്റീവ് ആവണം, അതേ ചെയ്യാനുള്ളൂ. വരുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചോ പുകഞ്ഞോ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടോ നിൽക്കരുത്. ദൈവമായിട്ട് കണക്ഷൻ കെട്ടി ആ ഒരു കണക്ഷന്റെ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ദൈവം തരുന്ന ഏക തെളിവ്. ആ തെളിവിൽ ഉറച്ചു നിൽക്കണം. കാണുന്ന ദർശനങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം. ഇത് ദൈവം തരുന്ന അടയാളമാണ്. ഒരിക്കലും ദൈവം നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വസിക്കണം. ചില വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇത് ഒരു പാപവും ചെയ്തിട്ടില്ല, ആരെയും ഒന്നും കഷ്ടപ്പെടുത്തിയിട്ടില്ല, ഇന്നവരെ ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ആരെയും ഞാൻ അനാവശ്യം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പറച്ചിൽ ആദ്യം നിർത്തണം. കാരണം ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പാപം അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മത്തിന്റെ ദോഷം മക്കളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അവരുടെ പങ്ക് അല്ലെങ്കിൽ ഭൗതികമായ രീതിയിൽ പാരമ്പര്യ രീതിയിൽ സ്വത്തുക്കളോ അവരുടെ സമ്പാദ്യങ്ങളോ എന്തെങ്കിലും നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ തിന്മയുടെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയും നമ്മളിലേക്ക് കൈപ്പറ്റേണ്ട തന്നെ വന്നുകൊള്ളും. അപ്പൊ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചോളണം. ഇല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഫുൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് അവരോട് ഒരു ബന്ധമില്ലാതെ നമ്മൾ സ്വതന്ത്രമായി നിന്നാൽ, അപ്പൊ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ള ചില വ്യക്തികളൊക്കെ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടുമ്പോൾ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് വല്ല കാട്ടിലോ ഗുഹയിലൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയി ഇരിക്കുന്നതിന്റെ കാരണം പാരമ്പര്യ ശാപങ്ങളോ കുടുംബപരമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ ഇതൊന്നും ബാധിക്കാതിരിക്കാനാണ്.
പക്ഷെ നമ്മുടെ കുടുംബത്തിൽ സമൂഹമായിട്ട് അവരുമായി ഇഴുകിച്ചേർന്ന് അവരുടെ ധനവും സമ്പത്തും ഐശ്വര്യങ്ങളും നമ്മൾ കൈപ്പറ്റി ഒരു കൂട്ടായ്മ രീതിയിൽ നിൽക്കുമ്പോൾ അവർക്കുള്ള കർമ്മത്തിന്റെ ഫലങ്ങളും കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. ഇപ്പം അച്ഛനമ്മമാർ വഴി എന്തെങ്കിലും വലിയ ദോഷങ്ങളുണ്ട്, അവർ മരണപ്പെട്ടു പോയെങ്കിൽ ആ നെഗറ്റീവ് ശക്തികൾ അടുത്ത മക്കളായി നമ്മളെ പിടിച്ചിരിക്കും. അപ്പൊ അതിൽ നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ പൂർണ്ണമായി മൊത്തം അവരുമായിട്ട് നേരത്തെ ബന്ധം ഒഴിവാക്കി നിൽക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആത്മീയ രീതി. പക്ഷെ നമുക്കങ്ങനെ കഴിയില്ല. ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവരുമായിട്ടും ഒരു അകൽച്ച കീപ്പ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ പല കാട്ടിലെ ഗുഹയിലൊന്നുമല്ല, ഫാമിലിയായിട്ട് മാറി നിൽക്കുക. കുടുംബസമേതമായിട്ട് മാറി ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിച്ചാൽ കുടുംബപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും പാരമ്പര്യ ദോഷങ്ങൾ, കുടുംബത്തിനുള്ള ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അത്രയും യുദ്ധം നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഇത് അകത്ത് നടക്കുന്ന യുദ്ധമാണ്, അത് നമ്മൾ പുറത്തും അത് പ്രകടമാകുന്നത് കൊണ്ടാണ് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ജയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരൊറ്റ പോരാളിയേ ഉള്ളൂ, നമ്മളെ ആത്മാവ്. നമ്മളെ ആത്മാവിന്റെ എത്രത്തോളം ബലം, എത്രത്തോളം പവർഫുൾ ആണോ അതനുസരിച്ചാണ് അദൃശക്തികൾ അവരെ സഹായിക്കുന്നത്. ഒട്ടും ബലമില്ലാത്ത ആത്മാക്കൾക്ക് അത്ര അദൃശക്തികളെ കാണുള്ളൂ. ഉദാഹരണത്തിന് നമ്മളിപ്പോ സമൂഹത്തിൽ ഒരു VIP ആണെന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഫാൻസ് നമ്മളെ കൂടെ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ നമ്മൾ വലിയൊരു ലെവലിലൊരു പ്രശസ്തൻ വലിയൊരു ലെവലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത്രയും ജനം നമ്മളെ കൂടെ കാണൂലേ. ഇതേപോലെ നമ്മുടെ ആത്മാവിന് എത്ര പവർ ഉണ്ടോ അത്രയും അദൃശക്തികൾ നമ്മൾ ആത്മാവിനെ സഹായിക്കാൻ നിൽക്കും. അത്രയും ആ അദൃശക്തികൾക്ക് പവർ കാണുള്ളൂ. നമ്മുടെ ആത്മാവ് എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം വലിയ പവർഫുൾ ആയിട്ടുള്ള ശക്തികൾ നമ്മെ സഹായിക്കാൻ നിൽക്കും. അപ്പൊ അവർ സഹായിക്കുന്ന അനുസരിച്ചാണ് ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാഹചര്യങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടി വരുമ്പോൾ ഈ അദൃശക്തികൾ മാക്സിമം ഒന്ന് ഇളകാൻ ശ്രമിക്കും. അതിനൊക്കെ കാരണം ഈ പറയുന്ന പോലെ പാരമ്പര്യം കാണും, മുൻജന്മം കാണും. അപ്പൊ ഈ ജന്മത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്താന്തോ ഒന്ന് ചിന്തിച്ച് കുഴയരുത്. നിങ്ങൾ ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ കഷ്ടകാലത്തിന് നമ്മളുമായി അറ്റാച്ചായി നിൽക്കുന്ന പല വ്യക്തികളിലൂടെയും വരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട രക്തബന്ധങ്ങളിലൂടെ വരുന്ന ആ നെഗറ്റീവ് ശല്യങ്ങൾ നമ്മളിലേക്ക് കഷ്ടകാലത്തിന് വരും. അതൊക്കെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ അത്രയും പവർഫുൾ ആയേ പറ്റൂ. നമുക്ക് ഒറ്റയ്ക്കൊരു താമസിച്ച് നിന്നാൽ ഒറ്റയ്ക്ക് ആരുമായിട്ടൊരു ബന്ധമില്ലാതെ നമ്മളും നമ്മളെ കുടുംബം മാത്രമായിട്ട് മറ്റൊരു വ്യക്തികളിൽ നിന്ന് ഒരു ധനസഹായം വാങ്ങിക്കുന്നില്ല, അവരുമായി ഫോണിൽ കൂടെ അധികം സംസാരമില്ല, അവരെന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞ് 1-2 വാക്ക് പറഞ്ഞ് വെക്കുന്നു. പേഴ്സണലായിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ മാനസിക അടുപ്പം, അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒറ്റയ്ക്ക് മാറി നിന്നാൽ നമുക്ക് അത്രയും കുറച്ച് ഫൈറ്റേ വരുള്ളൂ. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതല്ല, ആത്മാവ് കുറച്ച് പവർഫുള്ളായി വരുന്നവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മുടെ സാഹചര്യം നോക്കണം. നമുക്ക് ഒറ്റയ്ക്ക് മാറാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം വയസ്സായ അച്ഛനും അമ്മയും അപ്പം നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് മാറാൻ പറ്റും? അവരെ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ മാക്സിമം പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കണം. കൂടുതൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് എന്റെ ആത്മാവിന്റെ ശക്തി വർദ്ധിപ്പിച്ചു തരണം, ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തി എന്നിലേക്ക് നിറച്ചു തരണം, എന്നിലേക്ക് വരണം എന്നും പറഞ്ഞ് ധ്യാനിച്ച് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദൈവ ചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിച്ചിരിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്കത് വരും. ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം 2 ദിവസം ചെയ്ത് 3 ദിവസം ചെയ്തിട്ട് പ്രശ്നം മാറുന്നില്ല എന്നും പറഞ്ഞ് ചിലര് എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മാറില്ല. കാര്യം എത്രയോ നാളത്തെ നെഗറ്റീവ് ശക്തികൾ എത്രയോ നാളുകൊണ്ടേ നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ദൈവമായിട്ട് കണക്ഷൻ കിട്ടിയത് കൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ജന്മത്തിൽ മോക്ഷം വന്നിരിക്കുമെന്നും നിങ്ങൾ ജയിക്കുമെന്നും നെഗറ്റീവ്സിന് നല്ലോണം മനസ്സിലായി. പെട്ടെന്ന് അവരെ തോറ്റു തരൂല. കാരണം അവരും ശത്രുക്കളാണ്, അസുരന്മാരാണ്. നിങ്ങൾക്ക് കുറച്ച് പവർ കിട്ടി, അല്ലെങ്കിൽ കുറച്ച് ദേവന്മാർ നിങ്ങളോട് ശക്തമായി നിൽക്കുന്നു എന്ന് വിചാരിച്ച് അവരങ്ങ് ഉടനെ അടിയോറവ് പറഞ്ഞ് പൊക്കളയില്ല. പക്ഷെ നമ്മൾ ജയിച്ചിരിക്കും എന്ന വിശ്വാസം മുറുകെ പിടിച്ചും കൊണ്ട് മാക്സിമം നമ്മൾ പവർഫുൾ ആകുക. ഒരിക്കലും ശത്രുവിനെ കണ്ടും കൊണ്ട് ടെൻഷൻ അടിച്ച് ഭ്രാന്തെടുത്ത് അങ്ങനെ അല്ല നിൽക്കേണ്ടത്. മാക്സിമം നമ്മൾ പവർഫുൾ ആവുക. എങ്ങനെ പവർഫുൾ ആവും? എത്രത്തോളം പോസിറ്റീവായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ അത്രയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഡെയിലി നിങ്ങളുടെ മനസ്സിൽ ചിന്ത വേണം. കാരണം ഈ അന്ത്യകാലത്ത് ദൈവം ഇപ്പൊ ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ഈ രീതി. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കയറി വരുമ്പോഴേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. തുടക്കത്തിലുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ത്രില്ലായിരിക്കും. ഇത്ര ആയപ്പോൾ ഇത്ര കിട്ടിയെങ്കിൽ ഞാൻ ഇത്തിരിയുടെ ചെയ്താൽ എനിക്ക് അത്രയും കിട്ടും എന്ന ഒരു വലിയൊരു സന്തോഷവും ഒരു ഉന്മേഷവും അകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം നമുക്ക് റിസൾട്ടുകളൊന്നും വലുതായിട്ട് വരാത്തതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഒരാൾ വന്ന് എന്തൊക്കെ പറയുന്നു, അതേപോലെയൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു, ഇത് ഉള്ളത് തന്നെയാണോ, ഞാൻ പല കാര്യങ്ങൾ കാണുന്നത് തോന്നലാണോ, ആകെ കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ തുടക്ക സ്റ്റേജ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു.
പക്ഷെ കാര്യങ്ങളെല്ലാം ഈ എന്നോട് സംസാരിക്കുന്ന ആ ദൈവം എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ആദ്യം ഞാൻ മടിച്ച് നിന്നെങ്കിലും പിന്നീട് ഓരോന്നോരോന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തു തുടങ്ങും. ഇത് ഒരു ചെയ്യാനേ വഴിയുള്ളൂ. നമ്മളിപ്പം വേണോ വേണ്ടയോ എന്ന് ഉള്ളിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ശരിക്കും ചോദിക്കുന്ന ആരടുത്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെ. അത് ആരൊക്കെ കേൾക്കും? നെഗറ്റീവ്സും കേൾക്കും, പോസിറ്റീവും കേൾക്കും. അപ്പൊ നെഗറ്റീവ്സ് അവിടെ ഇരുന്നും കൊണ്ട് നമ്മളെ നിരാശ കൊണ്ടും അല്ലെങ്കിൽ തെറ്റാണെന്ന രീതിയിൽ നമ്മൾ പുറകോട്ട് പിടിക്കാനുള്ള ചിന്തകളെ നമ്മുടെ ഉള്ളിൽ തരുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ വേണോ എന്ന് ചോദിച്ചാൽ അകത്ത് വേണ്ട എന്നെ ഫസ്റ്റ് നെഗറ്റീവ്സ് പറഞ്ഞു തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഉള്ളിൽ ചോദിച്ചും ഇരുന്ന് ആലോചിച്ചും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങൾ കുറഞ്ഞു വരും, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കില്ല. അപ്പം എന്ത് കിട്ടുന്നോ, ഇപ്പം ഒരു ദുശീലം, ഇത് തെറ്റ് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇങ്ങനെ വേണ്ട എന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ എന്റെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് കിട്ടി ശരിയെന്ന് തോന്നിയാൽ പിന്നെ അതിന് ആലോചിച്ച് സമയം കളയരുത്. അതങ്ങ് പെട്ടെന്ന് നിവർത്തിക്കാൻ നോക്കണം. അപ്പൊ അതങ്ങനെ പാലിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗുണം അല്ലെങ്കിൽ ആ ഒരു യുദ്ധം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടി വരുമ്പോൾ അടുത്തത് പെട്ടെന്ന് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. അപ്പൊ ഇത് വേണോ വേണ്ടയോ നടന്ന് അങ്ങനെ ശരിയാവൂലേ? ചിലരെ വിളിച്ചിട്ട് പറയാ, ഇത് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴാണ് ദൈവയുടെ കണക്ഷൻ കിട്ടിയത്, ഇനി ഇതൊക്കെ മാറി വരാൻ വർഷങ്ങൾ എടുക്കും അല്ലെങ്കിൽ നാളുകൾ എടുക്കുമായിരിക്കും, പതുക്കെ എല്ലാം ശരിയാവുമായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് കണക്ഷൻ കിട്ടിയത് ഇപ്പോഴും ഇത്രയും നാൾ ഇങ്ങനെയായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഇനി ഇതേപോലെ ഒരുപാട് നാളെടുത്തേ ഞാൻ ശരിയാകുള്ളൂ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാകാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് ഇങ്ങോട്ട് റിസൾട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, ഇന്ന് എനിക്ക് ശരിയാകണം, നാളെ ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് കഠിനമായി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശരിയാവും. പതുക്കെ ശരിയാവും, നാളുകൾ എടുക്കുമായിരിക്കും എന്ന് നമുക്ക് തോന്നൽ തരുന്നതേ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ്സ് ആണെന്ന് തിരിച്ചറിയണം. കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉഴപ്പി നമ്മൾ ആ ചിന്തയിൽ നിന്നിട്ട് അത്രയും നാളും ഈ നെഗറ്റീവ്സിന് നമ്മളോട് അകത്ത് ജയിച്ച് നിൽക്കാം. അപ്പൊ അവരെ അകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിരാശ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ രീതിയിൽ ചിന്തകൾ നമുക്ക് തരുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ ചിന്തിച്ച് കുഴഞ്ഞു നിൽക്കാതെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രമിച്ചു നോക്കണം. ഇനി ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ശ്രമിച്ച് നോക്കിക്കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഓക്കെ വന്നിരിക്കും. ഇത് 100% ഉറപ്പാണ്. ഇങ്ങനെ ജയിച്ച് അവരവർ തന്നെ ജയിച്ച് യുദ്ധം, ഇതാണ് ആത്മയുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ഒരു സൈഡിൽ നമുക്ക് സാഹചര്യം പറ്റൂല, മറു സൈഡിൽ ചെയ്യണമെന്ന് ചിന്തിക്കും, പിന്നെയും സാഹചര്യം പറ്റൂല, മനസ്സ് സമ്മതിക്കൂല, സമയാകുമ്പോൾ നമ്മൾ തന്നെ അവിടെ തോറ്റുപോകും. തോക്കട്ടെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി നിങ്ങൾ ജയിച്ചിരിക്കും. 2 പ്രാവശ്യവും 3 പ്രാവശ്യവും നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അവസാനം നിങ്ങൾ ജയിച്ചിരിക്കും. അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളും നിങ്ങളുടെ മനസ്സും ദൈവവും തമ്മിലുള്ള രീതിയായ ഒരു കണക്ഷനാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. പക്ഷെ എന്താണോ നിങ്ങളുടെ കുഴപ്പം, എവിടെയാണോ നിങ്ങൾ വളരാൻ ഉള്ളത്, അത് വന്നിരിക്കും. ദിവസവും കാലമൊക്കെ നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ മാക്സിമം ശ്രമിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ പതുക്കെ ആവുള്ളൂ എന്ന് ചിന്തിക്കരുത്. പെട്ടെന്ന് ആകണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് കയറണം. ഓരോ മേഖലയിലും കൊണ്ട് യുദ്ധം. ഇപ്പൊ ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾ തോറ്റ് കിടക്കുന്നത് അല്ലെ യുദ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയെല്ലാം നിങ്ങൾ ജയിച്ച് മുന്നോട്ട് വന്നിരിക്കും. പിന്നെ പലർക്കും പല വിഷയങ്ങൾ ബ്ലോക്കായി നിൽപ്പുണ്ട്, പല കാര്യങ്ങളും ബ്ലോക്കായി നിൽപ്പുണ്ട്. എനിക്ക് അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, പണ്ട് നല്ലോണം പൊയ്ക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു അത്, പക്ഷെ ഇപ്പൊ ആകെ കുളവായി. അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ എന്റെ അടുത്ത് ഭയങ്കര പ്രശ്നങ്ങൾ അകന്ന് നിൽക്കുകയാണ്, ഞാൻ അടുക്കാൻ ശ്രമിച്ചിട്ടും അവരടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളായിട്ട് പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഈ ഓരോരോ കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആ ഒരു രീതി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെ വ്യവസ്ഥകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് നമ്മളെ ആത്മാവ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ മേഖലകളിലും ഫൈറ്റ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിക്കുന്നു എന്ന് നമുക്ക് വരുമ്പോൾ അത് ഓക്കെ ആവണേ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആ കാര്യം നമ്മുടെ ആത്മാവിന് ഇഷ്ടമുള്ളതാണോ, നമ്മുടെ ആത്മാവിന്റെ രീതി പ്രകാരം ഇത് ഓക്കെ ആവേണ്ടതാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ചിലപ്പോൾ ഈ കാര്യം ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ആത്മാവ് തന്നെയായിരിക്കും. കാരണം ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ജോലി അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ നമുക്ക് ദോഷമായി നിൽക്കുന്നത് കൊണ്ട് ആത്മാവ് തന്നെയായിരിക്കും അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സ്വന്തം അച്ഛനായിരിക്കാം, ചിലപ്പോൾ സ്വന്തം അമ്മയായിരിക്കാം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാരമ്പര്യമായി നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, നമ്മൾ അച്ഛൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അപ്പൂപ്പൻ ചെയ്ത വലിയൊരു ദോഷത്തിന്റെ ഫലം, അത്രയും കർമ്മത്തിന്റെ ഫലം മക്കളായ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ ചിലപ്പോൾ നമ്മൾ ആത്മാവ് തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കും.
അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അമ്മ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. ശരിക്കും ആ കണക്ഷൻ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം അദൃശക്തികൾ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്നും വെച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, അപ്പൊ അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം, ആ പ്രശ്നവും വിഷയവും ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഓക്കെ ആണോ? അപ്പൊ അത് ഓക്കെയാണ്, ദൈവത്തിന്റെ രീതിയിൽ ഇത് ശരിയാണ്, പക്ഷെ എനിക്കത് ബ്ലോക്കാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നെഗറ്റീവ് ശക്തികൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്നാൽ ഈ കാര്യം ദൈവത്തിന്റെ രീതി പ്രകാരം തെറ്റാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബ്യൂട്ടി പാർലർ ഇത്ര രൂപയൊക്കെ മുടക്കി നമ്മൾ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി. പെട്ടെന്ന് ചില പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ആ ബ്യൂട്ടി പാർലർ പൂട്ടേണ്ടി വന്നു, ഒരുപാട് പൈസ നഷ്ടമായി. അപ്പൊ ആ ബ്യൂട്ടി പാർലർ തുറക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തുറന്നെന്ന് വരില്ല. കാരണം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഈ മുഖത്തും ശരീരത്തിലും ഓരോ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള ആലങ്കാരിക പരിപാടികൾ ചെയ്യുന്നത് ദൈവത്തിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ അത് തെറ്റാണ്. അപ്പം ആ തെറ്റായത് കാരണം നമ്മുടെ ആത്മാവ് പവർഫുൾ ആയപ്പോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് തന്നെ ആയിരിക്കും ഈ ജോലിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജോലിയിൽ തന്നെ എന്തെങ്കിലും ബ്ലോക്കിംഗ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറാനായിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് ദൈവികമായിട്ടുള്ള ജോലിയാണോ എന്ന് തിരിച്ചറിയണം. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, ചില വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവത്തോട് അടുത്ത് തുടങ്ങി, പക്ഷെ പല കാര്യങ്ങളും ശരിയാകുന്നില്ല, എനിക്ക് സംസാരമൊക്കെ കിട്ടുന്നുണ്ട്, ചില കാഴ്ചകൾ ദൈവം കാണിച്ചിരുന്നുണ്ട്, എന്റെ തെറ്റുകളൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്, പക്ഷെ എന്റെ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി വരണില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ നിൽക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മുടെ ആത്മയുദ്ധത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഈ പ്രശ്നം നമ്മളെ ആത്മാവ് തന്നെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നതാണോ എന്ന് കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനെ മറികടക്കാനുള്ള പ്രാർത്ഥനയും ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ചെയ്യേണ്ടതെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തതായി.